സൺഡേ ഒക്കെ അല്ലേ, അപ്പോൾ ഒരു ഈവനിങ്ങിൽ ഒരു ഉഴുന്ന് വടയൊക്കെ അങ്ങ് സെറ്റാക്കി എടുക്കാം. ഉഴുന്നൊരു 4-5 മണിക്കൂർ നന്നായിട്ട് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ നന്നായി കഴുകി വെള്ളം വാർത്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു കഷ്ണം ഇഞ്ചി ചേർത്തിട്ടാണ് കേട്ടോ ഈ മാവ് അരച്ചെടുക്കാൻ പോണത്. വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഉഴുന്നുവടയ്ക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിൻ്റെ ഒരു മെയിൻ സംഭവം മാവ് നന്നായിട്ട് സോഫ്റ്റായാൽ മാത്രമേ നമുക്ക് സോഫ്റ്റ് ഉഴുന്നുവട കിട്ടത്തുള്ളൂ. ഇതൊന്ന് കുഴച്ച് നോക്കാനുള്ള ആഗ്രഹം കൊണ്ട് എൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കൈയൊക്കെ ഒന്ന് കഴുകി കൊടുത്തിട്ട് ഞാനൊന്ന് കുഴച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവളും ഹാപ്പി, നമ്മളും ഹാപ്പി. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഉഴുന്നിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 2 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 ഭാഗം സവോളയും കൂടി ചെറുതാക്കി അരിഞ്ഞു കൊടുത്തു. പിന്നെ കുരുമുളക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തു. നന്നായിട്ട് പൊടിയാൻ പാടില്ല, ഒന്ന് നടു പൊട്ടിയാൽ മതി, അത്രേ വേണ്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ സവോള കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കൂടി കുളമായി പോവും. പിന്നെ സവോള ചേർത്തതിന് ശേഷം ഒരുപാട് നേരം മാവ് വെക്കാനും പാടില്ല. ഒരു 5 മിനിറ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പം മാവ് നന്നായി സോഫ്റ്റ് ആവും. ഇനി നന്നായിട്ട് എണ്ണ ചൂടാക്കുക. കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ കൈ മുക്കുക, നമ്മുടെ മാവ് എടുക്കുക, പിന്നെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് കഴിക്കാനായിട്ട് ഒരു തട്ടുകട സ്പെഷ്യൽ തക്കാളി ചട്നിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ്.